കേരളത്തിലാണെങ്കിൽ ഗ്ലോബൽ മാനൂൺസിൻ്റെ യൂണിറ്റി ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തിക്കുന്ന ജാതികളെയെല്ലാം മാറ്റി നിർത്തിയാൽ യൂണിറ്റിയായി. ദാക്ഷിണ്യമില്ലാതെ. Me space for missiles. Before the morning, there was silence. From the silence emerged sound. From the sounds, the delights. From the delights, the life. And love in the nature. The birds cooed. The breeze flowed. The matter, the planet, reverberated with the music. The God's time has come. Then came the quest to know the beauty of the cosmos and the space, and the sun and moon in it. Me unit. Messengers of love, religion of love, unique quest, leader space. Me brand. Listen to me. Fly so high. Here. Someone proclaims about his arrival in this planet and says, I am the son of Vilayil Narayana Menon. Straight. Wish you all a happy domains through luxurious and royal altitude with business, spirituality and prosperity together. Just like horse running so fast, the mind runs to perceive divinity everywhere. That's where me brand souls are distinguishably different from others. Join me unit. Me space, ഗ്ലോബൽ മാനൂൺസ്, തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ. ഞാൻ മലയാളം പഠിക്കുന്ന രീതി. ബിസിനസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ. ആഗോള മേനകത്വം, മീസോൾസിൻ്റെ സംഗമം. നിജസ്പാത്ത്, നിജയോഗിക്, ബിഗ് ട്രീ, ഫ്ലൈ സോ ഹൈ.
എൻ്റെ അച്ഛൻ വെള്ളയിൽ നാരായണ മേനോൻ പലപ്പോഴും പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്നവരെ എളുപ്പം ഉണർത്താം, എന്നാൽ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ ഉണർത്താൻ വളരെ വിഷമം. അത് അവരവർക്ക് തന്നെ തോന്നണം. ഗുഡ് മോർണിംഗ്. It's Global Menons Association's peculiar styles of yoga, തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയ ലാവണ്യം. Oh, yes. Hello. ഡാർക്ക്നെസ് ഉള്ളപ്പോൾ ലൈറ്റ് കൂടുതൽ ഉൾവെളിച്ചം തരുന്നു. സ്ട്രൈറ്റ്. ഗ്ലോബൽ മെനോൺസ് അസോസിയേഷൻ്റെ പ്രത്യേകമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് ഞാൻ പലരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കിങ് വിൽ നേച്ചർ എപ്പോഴും കിങ് വിൽ കൊണ്ട് തന്നെ ഉയർന്ന ബോധത്തിൻ്റെ ഉൾക്കാഴ്ച വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും. ഹം ആ ചുക്കാ ഹെ സനം. അത് ബോധ്യപ്പെടണമെങ്കിൽ പ്രവാസി സംഗമം, ആഗോള മേനവ സംഗമം, അതെല്ലാം പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ഓരോ മേനവനും ഉണർന്നു വരണം. ഞാനൊരു ദേഷ്യക്കാരനാണ് എന്ന് പലരും പറയുന്നുണ്ട്. ശരിയാണ്. അധർമ്മവും അന്യായവും കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് യാഥാർത്ഥ ബുദ്ധിയുള്ളവർക്ക് അത്ര മോശമുള്ള കാര്യമല്ല. എപ്പോഴും ദേഷ്യമില്ലാതിരിക്കലാണ് ആധ്യാത്മികത എന്ന് കരുതുന്നത് ചിലപ്പോൾ ശുദ്ധ മണ്ടത്തരമാകും. ദേഷ്യമുള്ളവർക്ക് ഹൃദയമുണ്ടാകും. അതുകൊണ്ട് ദേഷ്യമില്ലാതിരിക്കലല്ല ആധ്യാത്മികത. ആധ്യാത്മികതയുടെ ഉണർവും ഉന്മേഷവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദിശ നിർണയിക്കുമ്പോൾ, ലക്ഷ്യബോധം നിർണയിക്കുമ്പോൾ, അതിനനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അല്പസ്വല്പം ദേഷ്യമെല്ലാം ഉണ്ടാകും. കാരണം ഒരു ഫിൽട്ടറിങ് എപ്പോഴും ആവശ്യമുള്ളതും വിൽ കൾച്ചർ ആവശ്യമുള്ളതും കൊണ്ടും എങ്ങനെയാണ് എവിടേക്കാണ് മുന്നേറേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർക്കാണ്, പ്രത്യേകിച്ചും വരാൻ പോകുന്ന ഒരു യുഗത്തിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ആവിഷ്കരിക്കുന്ന നിജയോഗ പദ്ധതികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള യാത്രാ ബോധനങ്ങളുമെല്ലാം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണർത്തുന്നത്. അപ്പോൾ അവിടെ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള നടപ്പാതയിലൂടെയുള്ള ഒരു വിശേഷ ബുദ്ധി ഉണ്ട് താനും. അതുകൊണ്ട് ഉയർന്നു പറക്കുന്ന രീതിയിൽ ഗ്ലോബൽ എയർഫോഴ്സ് എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ യൂണിക്വേഴ്സ് ലീഡിങ് സ്പേസിൻ്റെ മാതൃക കേരളത്തിലുള്ളവർക്ക് അത്ര വലിയ ഗുണം പ്രതീക്ഷിക്കാനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്ലോബൽ മെനോൺസിൻ്റെ ജീവിത രീതി കണ്ടുകൊണ്ട് മേനവന്മാർക്കും എൻ്റേതായിട്ടുള്ള സോൾസുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഗുണം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ 30,000 കോടിയുടെ ബിസിനസ് പദ്ധതികൾ അവർക്ക് വേണ്ടി 1,23,201 സോൾസിന് വേണ്ടി ഒരുക്കുന്നു.
വിശ്വാസികളായിട്ടിരിക്കുന്നത് ബോധവാന്മാരായിട്ടിരിക്കുന്നത് ഈ സോൾസിന് കൂടുതൽ അഭികാമ്യം. എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. കണ്ണടച്ച് വിശ്വസിക്കുന്നവർ എന്തും വിശ്വസിക്കും. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ തന്നെ പല തെറ്റുകളിലും വ്യാപൃതമാകുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്നതിനേക്കാൾ നല്ലത് ബോധവാന്മാരായിരിക്കുവാനായിട്ടുള്ള മാർഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി യത്നിക്കുന്നതാണ് കേരളത്തിലെ ജീവിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ നല്ലത്. And how he should look like. Is it not so? How a business spiritual leader love in it. Universally global, focusing upon Nij Yogic life under Nij Raj Yogic tree. It is at the discretionary power of a businessman how he should look like. Is it not so? How a business spiritual leader and a philosopher look like, it is the discretionary power of every human soul. One should create one's own way of beautifying one's body, physical body. It's called Alankara Puja in Indian ways of one living and leading styles. Everybody likes almost all the temples or places decorated with gems and jewels. So in the same manner, good dress code is essential for me souls. In ME stands for My Etiquette Too. Me